നമസ്കാരം, വീട്ടമാസിലേക്ക് വീണ്ടും. ഇന്ന് നമ്മൾ വീട്ടമാസിൻ്റെ എപ്പിസോഡിലൂടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. നമ്മൾ മലയാളികൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടിപ്പിക്കൽ മുട്ടക്കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ വളരെ വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തം, ടേസ്റ്റിലും വ്യത്യസ്തമാണ്. ഇത് നമുക്ക് നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഈ വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. എന്നിട്ടും ഞാനിവിടെ 3 മുട്ടയാണ്, നിങ്ങൾക്ക് മുട്ട ആവശ്യമുള്ള എത്രയാണോ അത്ര മുട്ട എടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയിലിട്ടിട്ട്. അപ്പോൾ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ സിമ്മിലിട്ട് ഫ്രൈ ചെയ്യുക, ഗോൾഡൻ ബ്രൗൺ ആകുക. അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബേ ലീഫ്, അതുപോലെ തന്നെ 3-4-5 ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം കുരുമുളക്, പിന്നെ ഒരു 2 മീഡിയം സൈസിൽ സവോള അരിഞ്ഞതും കൂടിയിട്ട് വഴറ്റി കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എരിവനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഇതൊരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇനി ഇട്ട് കൊടുത്തത് ഉള്ളി അരച്ചതാണ്, സവോള അരച്ച ഓണിയൻ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു ചെറിയ ഒരു ഉള്ളി അരച്ചത് ഇട്ട് കൊടുക്കുക. ഇനി പൊടികളാണ് ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ഇത്രയും. അത് ഒരു 1/2 ടീസ്പൂൺ വീതം ജീരകപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്ര ഇട്ട് കൊടുക്കുക. ഇനി നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പ് കുതിർത്തിട്ട് അരച്ചത്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തു, പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊന്ന് ഇളക്കി ചാറ് കുറുക്കി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട, നമ്മൾ വേവിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പശുപാൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ഉള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. അത് നല്ല ഒരുമാതിരി കട്ടി ഉള്ള തേങ്ങാപ്പാൽ തന്നെയായിരുന്നു ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ പിസ്ത ഉണ്ടാക്കുമ്പം ഫ്രൈ ചെയ്യത്തില്ല, അതുപോലെ ഫ്രൈ ചെയ്തിട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില നന്നായിട്ട് നുറുക്കിയത്. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാറ് നോക്കിക്കുക, നന്നായിട്ട് കുറുകി വന്ന കണ്ടോ. നമ്മൾ ആ കാഷ്യൂ അരച്ചത് ഒഴിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കുറുകി വരുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക്, വെറൈറ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വ്യത്യസ്തമായിട്ടൊരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.